ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു ഹൗസ് വാമിങ്ങിൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ മുന്നിലൊരു ഹൗസ് വാമിങ്ങിൻ്റെ ഒരു വീടിൻ്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ പാലുകാച്ചലും വീട്ടുകൂടലിൻ്റെയും ചടങ്ങാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഞാൻ അവിടെ പോയെടുത്ത വീഡിയോസാണ്. അപ്പം നേരെ ഇങ്ങനെ ഫിനിഷിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കലാണ്. ഫർണിച്ചേഴ്സൊന്നും സെറ്റ് ചെയ്തില്ല. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് പിൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും, പോളിഷിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ട് നിൽക്കലായിരുന്നു. അപ്പോഴാണ് ഞാൻ എടുത്തത്. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ മേലെ കയറിയാലുള്ള പുറത്തെ വ്യൂ ആണിത്. അപ്പോൾ കണ്ടോ, അന്ന് ഇത് വീട്ടുകൂടലിൻ്റെ തലേന്ന് രാത്രിയുള്ള പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. അപ്പോൾ എല്ലാവരും കൂടെ പിറ്റേന്നത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന തിരക്കിലാണ്. പിറ്റേന്ന് ചെറിയ ചടങ്ങുകളെല്ലാം ഉണ്ടല്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കലാണ്. അപ്പോൾ ഒരു എന്താ പറയുക, കുടുംബ ചർച്ചയിലാണ് അവർ. അപ്പോൾ ഇത് എൻ്റെ അമ്മായിയമ്മയാണ്. ഇത് വീട്ടുകൂടലെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററെ വീട്ടുകൂടലാണ്. ഇപ്പോൾ മോനതാ ഫോൺ കാണല. അപ്പോൾ ഈ ഹോം ടൂർ ചെയ്യുമ്പോൾ ഞാൻ ഈ കുറച്ച് ക്ലിപ്സെല്ലാം ഞാൻ അന്ന് ഇട്ടിരുന്നു. അപ്പോൾ ഇത് ഫങ്ഷനും അതിനകത്ത് ചടങ്ങുകളും ഫാമിലിയുള്ള വീഡിയോസെല്ലാം ഇതിൽ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക കേട്ടോ. ഇത് എന്താണ്, വീട്ടിൽ കയറുന്ന ചടങ്ങാണ്, അതായത് വീട് തുറന്ന് വീട്ടിലേക്ക് കയറുന്ന ചടങ്ങാണിത്. അപ്പോൾ രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞിരുന്നു, അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തില്ല. ഞാൻ കീന്ന തിരക്കിലായിരുന്നു. അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റില്ല. ലാസ്റ്റോട്ടാ പിന്നെ കണ്ടിട്ടില്ല ഞാൻ ഗണപതി ഹോമം. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത് വിളക്കൊക്കെ എടുത്തിട്ട് വീട്ടിൻ്റെ ഗൃഹപ്രവേശനം എന്ന് പറയും. അപ്പോൾ പിന്നെ ഇതാണ് ഗൃഹനാഥ, ഈ സെറ്റ് മുണ്ടിട്ട്. അപ്പോൾ ബാക്കിൽ നിന്നത് ചേച്ചീൻ്റെ അമ്മ, അതായത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ. പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്നത് ചേച്ചീൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. ഇതാണ് ചേച്ചീൻ്റെ ഭർത്താവ്, അതായത് നമ്മൾ അളിയൻ. ബാക്കിൽ നിൽക്കുന്നത് അവരെ മൂത്തമ്മൻ. ഇളയ മോൻ ഇവിടെ നിന്നല്ലോ കളിക്കലാണ്. അപ്പോൾ ഇത് എൻ്റെ അമ്മായിയമ്മ, ഇത് ചേച്ചീൻ്റെ അമ്മായിയമ്മ, ഇത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മേൻ്റെ അനിയത്തി, ഇത് ചേച്ചീൻ്റെ പെങ്ങൾ, ചേച്ചീൻ്റെ ഏൻ്റി, ഇത് ഞാൻ. അതിൻ്റെ ബാക്കിലുള്ളത് അവരെ അയൽവാസിയാണ്. അപ്പോൾ ഇങ്ങനെ വീട് ഒരു തവണ ഇങ്ങനെ വലം വെക്കണം. അതായത് ഈ വിളക്കും കിണ്ടി, മുറം, പിന്നെ പച്ചക്കറികൾ, ചട്ടി, പിന്നെ പാല് കാച്ചൻ്റെ ഉരുളി, ഇതെല്ലാം ഇങ്ങനെ ഓരോരുത്തർ പിടിച്ചിട്ട് ഇങ്ങനെ ബാക്കിൽ വരികയാണ്. മുറത്തിൽ പച്ചക്കറികളാണ്, പിന്നെ ഒരു ഇതിൽ കാസേറും വെത്തിലിയും എല്ലാം ആയിട്ട്, പിന്നെ കുറച്ച് പ്ലേറ്റിൽ കുറച്ച് എന്താ പറയണ്ടേ പയറും അങ്ങനത്തെ കുറച്ച് ധാന്യങ്ങളും എല്ലാം ആയിട്ട് അങ്ങനെയാണ്. അപ്പോൾ ആദ്യം വലതുകാല് വെച്ച് വീട് തുറന്നിട്ട് വലതുകാല് വെച്ച് പിന്നെ ഗൃഹനാഥയും ഗൃഹനാഥനും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേറെ ആളെ ഏൽപ്പിച്ചിരുന്നു. നോക്കുമ്പം കുത്തനെയാണ് വീഡിയോ എടുത്തത്, അതാണ് ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അതാ വലതുകാല് വെച്ചിട്ട് എന്താ പറയുക വീട്ടിലേക്ക് കയറുന്നത്. ഈ സമയം നമ്മൾ ഈ ചുറ്റുന്ന സമയം വീട്ടിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടാവില്ല കേട്ടോ, അവരെല്ലാം പുറത്താക്കും. എന്നിട്ടാണ് ഗൃഹപ്രവേശനം നടത്തുക. അപ്പോൾ എല്ലാവരും കൂടെ കയറി അതിന് നേരെ ഈ സാധനങ്ങൾ കൊണ്ട് പാല് കാച്ചി വയ്യ. കണ്ട, ഈ ഉരുളിയിലാണ് പാല് കാച്ചുന്നത്. അപ്പോൾ നമ്മൾ അടുക്കളയിലേക്കാണ് നേരെ പോകേണ്ടത്. അടുക്കളയിൽ പോയി ആ വിളക്കിൽ നിന്ന് തീ എടുത്തിട്ട് അടുപ്പിലേക്ക് പകരുക. എന്നിട്ട് അടുപ്പ് കത്തിക്കുക. ഈ അടുപ്പ് കത്തിക്കുന്നത് ആരാന്ന് വെച്ചാൽ മേസ്തിരിയും ആശാരിയും കൂടിയിട്ടാണ് അടുപ്പ് കത്തിക്കുകയൊക്കെ ചെയ്യുക. ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം ചെയ്യുന്നത് മേസ്തിരിയും ആശാരിയും കൂടിയിട്ടാണ്. അപ്പോൾ മേസ്തിരി വേറെ ആരുമല്ല, നമ്മളെ അമ്മ തന്നെയാണ്. മാമൻ എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ അമ്മേൻ്റെ ഇളയമ്മ മൂത്തമ്മ മക്കളാണ്. അപ്പോൾ മാമനാണ് അടുപ്പ് കത്തിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഒന്ന് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ മോൻ എന്തായിരുന്നു എണീറ്റത്. അപ്പോൾ ഓനെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുവന്നു. അതുകൊണ്ട് എടുക്കുന്ന ആളെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. ശരിക്കും ഞാൻ കത്തിക്കുന്നതേ കാണാൻ പറ്റിയുള്ളൂ. കുട്ടികളടുക്കാണ് വീഡിയോ എടുക്കാൻ കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാവും വീഡിയോയിൽ. എന്നാലും മോശമില്ലാണ്ട് എടുത്തിന്. പക്ഷേങ്കിൽ യൂട്യൂബിൽ എടുക്കുമ്പോൾ ചിരിച്ചെടുക്കേണ്ട ആ ഒരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെ വിറകുകളിൽ വെച്ച് എന്തെല്ലാം തരം വിറകുകൾ വെക്കുന്നറിയില്ല, വേഗം കത്തുന്ന വിറകുകളാണ് വെക്കുക. ഇതെന്ത് സാധനം എനിക്കറിയില്ല. എന്തൊക്കെ പണീൻ്റെ ബാക്കിയുള്ളയാളെ വേഗം കത്തുന്ന ഏതെങ്കിലും മരങ്ങളാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് കുറച്ച് കർപ്പൂരമൊക്കെ വെച്ചൊന്ന് വേഗം കത്താൻ വേണ്ടിയിട്ടാണ് കർപ്പൂരമൊക്കെ വെച്ചിട്ടാണ് അടുപ്പ് കത്തിക്കുക. അപ്പോൾ വിളക്ക് അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. ഇനി ഒരു ഉരുളിയിൽ പാല് ഒഴിച്ചിട്ട്
അത് അടുപ്പത്തേക്ക് വെക്കുക. അടുപ്പത്തേക്ക് വെക്കുന്നത് ഗൃഹനാഥിയായിരിക്കും. അപ്പോൾ ഇതാ ഒന്ന് നല്ലോണം തീ പിടിച്ച് ഇനി കർപ്പൂരം ഇടും. കർപ്പൂരം ഇടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, പെട്ടെന്ന് കത്താനും എന്താ പറയുക ഈ തീ അണയാതിരിക്കാനും വേണ്ടിയിട്ടാണ് കർപ്പൂരം ഇടുന്നത്. കണ്ടോ, കർപ്പൂരം ഇട്ടാൽ കുറച്ചും കൂടെ ഇതിലായിട്ട് കത്തും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ നാട്ടിലും ഒരുങ്ങി തന്നെയാണോ എന്നറിയില്ല. അധികം ആൾക്കാരും ഗ്യാസിലാണെന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയുക പാല് കാച്ചൽ. പക്ഷെ നമ്മളിവിടെയെല്ലാം അടുപ്പിൽ തന്നെയാണ് പാല് കാച്ചൽ. അടുപ്പില്ലാത്ത വീടുകൾ ഉണ്ടാകില്ല ഇവിടെ. അടുപ്പാരും ചിലപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും അടുപ്പ് ഉണ്ടാക്കും, അതിലാണ് പാല് കാച്ചൽ. അപ്പോൾ ഇത് ഉരുളിയിലേക്ക് പാല് ഒഴിക്കുമെന്ന് എന്നിട്ട് ആ ഉരുളിയെടുത്ത് അടുപ്പിൽ വെക്കും. പിന്നെ തിളച്ച് മറിയണമെന്ന് ഓരോ നാട്ടിലെല്ലാം തിളച്ച് മറിയുന്നതെല്ലാം കാണാം. നമ്മുടെയൊക്കെ തിളക്കുന്നേ ഉള്ളൂ. മറയാൽ എല്ലായിടത്തും അങ്ങനെ മറിയണമെന്നില്ല. ഓരോ നാട്ടിലും ഓരോ രീതികളാണ് കേട്ടോ. ആ രീതികൾക്കനുസരിച്ചിരിക്കും ബാക്കിയല്ലോ. അപ്പോൾ അത് അടുപ്പിലേക്ക് എന്താ പറയുക പാല് വെച്ച് ഇനി അത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും വേണം, അറിയാലോ അടിക്ക് പിടിക്കും. അപ്പോൾ ഞാൻ ഈ സമയം മോനെ കുളിപ്പിച്ച് റെഡിയാക്കാൻ നിന്നെയാണ്. പക്ഷേ എങ്കിലും മക്കളല്ലേ, അപ്പം ഞാൻ വേഗം കുളിച്ച് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എങ്കിൽ പാല് വേഗം പതച്ചിരുന്നു. ചില സ്ഥലത്തെല്ലാം പാല് പതക്കാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇവിടെ പാല് പെട്ടെന്ന് പതച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. മക്കളെല്ലാം ഉണ്ടായാലും അങ്ങനെ തന്നെയാണല്ലേ. അപ്പോൾ ഓൻ അതുവരെ വിളിച്ചിട്ട് എണീക്കുന്നില്ല. ഒന്നാമത് നമ്മൾ കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് എഴുന്നേൽക്കുന്നേ ഇല്ല. നിർബന്ധിച്ച് എണീപ്പിച്ച വാശിയായിരിക്കും. ഇതന്നെ വീട്ടിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ പിന്നെ എല്ലാവരും പുറത്തിറങ്ങേണ്ടതുകൊണ്ട് മാത്രം അവനെ എണീപ്പിച്ചു നോക്കും. അതിൻ്റെതായ വാശികളൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ പാല് പതച്ച് ഏകദേശം പതച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നില്ല. ഇതിൻ്റെ അകത്തേക്ക് ലേശം പഞ്ചസാരയും ഇട്ടിട്ട് ഈ പാല് നമ്മൾ സെർവ് ചെയ്യും. വെച്ചാൽ ആശാരിയും മേസ്തിരിയും കൂടിയിട്ട് പാല് കൊടുക്കും. അപ്പോൾ പാല് കൊടുക്കുമ്പോൾ ഇതാ കണ്ട ഇങ്ങനെ ഓരോ ഗ്ലാസ്സിൽ കുറച്ചായിട്ട് തരും. അപ്പോൾ ആ തട്ടിൽ പൈസ ഇടണം. അവർക്ക് പാല് തരുമ്പോൾ പൈസ കൊടുക്കണം. ആ പൈസ ആശാരിയും മേസ്തിരിയും കൂടെ വീതിച്ചെടുക്കുകയും ചെയ്യാൻ തോന്നുന്നു. അവർക്കത് ദക്ഷിണ കൊടുക്കുന്നതാണ്. അതിൻ്റെ ആധികാരിക വശങ്ങളെപ്പറ്റി എനിക്കറിയില്ല. അപ്പോൾ രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞതിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും പോയിട്ട് പാല് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് പാല് കുടിക്കില്ല, അതുകൊണ്ട് ഓരോ വാങ്ങിച്ചത് ഞാൻ കുടിക്കേണ്ടി വന്നു. അപ്പോൾ അതിങ്ങനെ അന്നേരം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. രാവിലെ 7 മണി to 8 മണിക്കാണ് പാല് കാച്ചൽ. അപ്പോൾ അത്രപ്പാട് ആളൊന്നുമില്ല, നമ്മളടുത്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ അടുക്കളയിൽ നിന്ന് കിണ്ണത്തപ്പം മുറിക്കുന്ന പരിപാടിയുണ്ട്. നമ്മളെ നാട്ടിലെന്ന് വെച്ചാൽ വീട്ടുകൂടലുണ്ടെങ്കിൽ എന്നാ എന്താ പറയണ്ടേ ഗൃഹനാഥൻ്റെ അതായത് അവരുടെ വീട്ടിൽ ഗൃഹനാഥയുടെ അമ്മയോ അച്ഛനോ എല്ലാം ഈ ചായ കൊടുക്കേണ്ട കടികളൊക്കെ കൊണ്ടുണ്ട്. അതായത് കിണ്ണത്തപ്പം നെയ്യപ്പം അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകും. നമ്മളിപ്പോൾ കിണ്ണത്തപ്പാണ് അമ്മ കൊടുത്തത്. ഓരോരുത്തർ നെയ്യപ്പം കൊടുക്കും. അപ്പോൾ ആ അടുപ്പിൽ നിന്ന് പായസം വെക്കാനുള്ള അടുത്തത് അങ്ങനെയാണ്. ആ പായസം വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാൻ. അപ്പോൾ അരിപ്പായസം വെക്കുക. അപ്പോൾ അത് വെക്കാനാണ് അവർ അടുപ്പിൻ്റെ അടുക്ക ആൾക്കാരെ കണ്ടത്. അപ്പോൾ പുറത്തിരിക്കുന്ന ആൾക്കാരല്ലാതെ ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ വേറൊരു ചടങ്ങുണ്ട്. പണിക്ക് വന്ന ആൾക്കാരില്ലേ മേസ്തിരികൾ, അതായത് ടൈലിൻ്റെ ആയാലും അതിൻ്റെ എല്ലാം മെയിൻ ആൾക്കാരുണ്ടാവില്ല. എന്ത് പണീൻ്റെയും മെയിൻ ആൾക്കാർ, അതായത് തേപ്പിൻ്റെ ആകും അതിൻ്റെ മേസ്തിരി, ടൈലിൻ്റെ ആകും അതിൻ്റെ മേസ്തിരി, ആശാരിപ്പണിയാകും അതിൻ്റെ മേസ്തിരി, അങ്ങനെ ആൾക്കാരുണ്ടാവില്ല മെയിൻ ആൾക്കാർക്ക്. അവർക്ക് മുണ്ടും പൈസയും കൊടുക്കും. അതായത് കണ്ടോ മുണ്ടും ഇതിൻ്റെ അകത്ത് ചോന്നതിനകത്ത് പൈസയാണ് അത് കൊടുക്കുന്നുണ്ട്. അത് വീട്ടിൽ കൂടെ നന്നായി കൊടുക്കും പണിക്കാർക്കെല്ലാം. പിന്നെ പണിയെടുത്ത അധികം ആൾക്കാർക്കും കൊടുക്കും. ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്ക് സാരിയെ കൊടുക്കാറ്. പക്ഷേ ലേഡീസ് ഒന്നും രാവിലെ വന്നിട്ടില്ല, അവർക്ക് പിന്നെ കൊടുക്കും ഇതിന്. അപ്പോൾ അത് ഞാൻ മേലെ വന്നിട്ട് എടുത്തത്, അവിടെ നിന്ന് എടുക്കാനുള്ള ഇത് കാണുന്നില്ല. അപ്പോൾ ചിലവർക്ക് മുണ്ടില്ലെങ്കിലും പൈസ മാത്രം കൊടുക്കും. അത് ഒരു പൊസിഷൻ അനുസരിച്ചിട്ടാണ് തോന്നുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. കണ്ടോ അപ്പോൾ കൊടുക്കുന്നത് പെങ്ങളെ ഭർത്താവിൻ്റെ അച്ഛനാണ് കൊടുക്കുന്നത്. പിന്നെ അവിടെ എല്ലാവരും ഉണ്ട്. അളിയനുണ്ട്, അതായത് പെങ്ങളെ ഭർത്താവും. അത് ഈ വയലറ്റ് ഷർട്ടിൻ്റെ ബാക്കിൽ നിൽക്കുന്നില്ലേ വെളുത്ത താടിയെല്ലാം, അതാണ് ഭർത്താവിൻ്റെ അച്ഛൻ, എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ. അപ്പോൾ എല്ലാവരും കൂടി നിൽക്കലാണ്. പിന്നെ ഈ ചടങ്ങുകളെല്ലാം ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ്. ചില നാട്ടിൽ ചില രീതികൾ, ഓരോ നാട്ടിലെ രീതികൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ എടുക്കുന്നത് ഉച്ചയ്ക്ക് എല്ലാവരും പോയി ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് ഇത്. മാമീൻ്റെ മോള്, ഒരു ഏൻ്റീൻ്റെ അയൽവാസി, ഇത് കസിൻ സിസ്റ്ററാണ്, അതായത് അതിൻ്റെ പുറമുള്ള ഏൻ്റീൻ്റെ മോളാണത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന്, ഇത് രണ്ടും മാമന്മാരാണ് കേട്ടോ, ഇത് നേരെ മാമനാണ്. അപ്പോൾ വൈകുന്നേരം ആയി, പിന്നെ
സന്ധ്യ ആയി. അപ്പോൾ വിളക്ക് കത്തിക്കാൻ പോകുന്നു. ആദ്യമായിട്ട് സന്ധ്യക്ക് വിളക്ക് കത്തിക്കുന്നത് വീട്ടിൽ കൂടെ തന്നെ കഴിഞ്ഞന്ന് വിളക്ക് കത്തിക്കുന്നതാണ്. അപ്പോൾ അതൊരു മെമ്മറിക്കായിട്ട് ഞാൻ വെറുതെ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ എന്താ വിളക്ക് കത്തിക്കുമ്പോൾ ഞാനൊന്ന് പുറകിലേ പോയി വീഡിയോ എടുത്തു. അപ്പോൾ സിസ്റ്റർ ഡ്രസ്സെല്ലാം മാറി എല്ലാവരും പോയതിന് ക്ഷീണം കഴിഞ്ഞ്. കാരണം ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലേനു വീട്ടിൽ കൂടെ, അങ്ങനെ ഒരുപാട് ആളായിട്ട് ക്ഷണിച്ചില്ല, വളരെ ചുരുങ്ങിയ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് വേഗം ഫ്രീ ആയിന്ന് പറയാം. അപ്പോൾ അത് ആ വിളക്കം കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി. അപ്പോൾ അകത്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കലാണ്. കുറച്ച് ആൾക്കാർ ചായ കുടിക്കേണ്ട തിരക്കിലും അങ്ങനെയെല്ലാം. അപ്പോൾ പിറ്റേന്ന് രാത്രി നമ്മൾ സന്ധ്യക്ക് മുത്തപ്പന് വെക്കൽ, ഈ നാട്ടിലെല്ലാം കണ്ണൂർ ഭാഗത്തെല്ലാം മുത്തപ്പന് വെക്കേണ്ടതെന്ന് ചടങ്ങുണ്ട്. അതായത് മുത്തപ്പൻ അവിലും കടലയും ഉണക്കമുള്ളനും കള്ളും എല്ലാം കൂടിയിട്ട് മുത്തപ്പന് വെക്കുമെന്ന് പറയും. ദൈവത്തിന് വെക്കാമെന്ന് ഓരോ സ്ഥലത്ത് പറയും. അപ്പോൾ അത് വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് അരി ഇടണം. അപ്പോൾ നമ്മളെല്ലാം അരി ഇട്ടിട്ടാണ് അകത്ത് കയറിയതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രസാദമായിട്ട് തരും. തേങ്ങാപ്പൂളെല്ലാം നമ്മൾ പെർശിനെല്ലാം പോയ പോലെ കിട്ടുന്നതാണ്. ഇതായിരിക്കും നമ്മളെല്ലാവരും അത് തിന്നുന്ന തിരക്കാണ്. ചായയെല്ലാം കുടിച്ച് വന്നവർക്കെല്ലാം ചായയെല്ലാം കൊടുത്ത് നമ്മളത് തിന്ന് എല്ലാവരും പോയി. പിന്നെ നമ്മൾ മാത്രമേ. അപ്പോൾ കുട്ടികളെല്ലാം രാത്രിയത്തെ കളീൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. കണ്ടോ കുട്ടികൾ കളിക്കുന്നതാണ് കേട്ടോ.